അങ്ങനെ നമ്മുടെ ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട്, ഞാൻ കട നിർത്തിയാലോ എന്ന് ആലോചിക്കുക ഗോമതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, എന്താ ബാലേട്ടാ പറയുന്നത്, നമ്മളെന്തിനാ വേറെയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ കട നിർത്തേണ്ട ആവശ്യം, നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ പറയുന്നത്, അല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മൻ രാമേട്ടനോട് പോയിട്ട് കുറേ വിഷമങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഈ കട ഒരിക്കലും ഇവിടെ വേണമെന്നില്ല രാമേട്ട, പക്ഷെ ഞാൻ എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ ഈ കട ഇട്ടുള്ളത്, എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല എന്നുള്ള സത്യങ്ങൾ മുഴുവനും പറയുന്നത്. ആ സമയത്ത് നമ്മുടെ രാമേട്ടൻ പറയുന്നത്, അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് വിചാരം, 5 പൈസയുടെ ഗതിയില്ലാതെ വരുമാനത്തിന് മാർഗ്ഗമില്ലാതെ ബാലൻ ഭ്രാന്തെടുത്ത് ഓടണം എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ധർമ്മനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. ധർമ്മൻ പൊട്ടിക്കരയുണ്ട് നമ്മളെ രാമേട്ടനെ പിടിച്ചിട്ട്. എന്തായാലും നമ്മുടെ രാമേട്ടൻ പറയുന്നത്, നീ വിഷമിക്കാതിരിക്കുക, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, നമ്മളെ ഗോമതി സ്റ്റോറി എത്ര കാലമായിട്ടുള്ളത്, അതൊരിക്കലും അങ്ങനെയൊന്നും നശിച്ചു പോയില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്യുതൻ നമ്മുടെ സുകന്യയോട് പറയുന്നുണ്ട്, നീ വേണം എല്ലാറ്റിനും ബിസിനസ്സൊക്കെ നീ നടത്തണം, നീ വേണം എല്ലാറ്റിനും മുൻകൈ എടുക്കാൻ, നമ്മുടെ ധർമ്മനെ ഏൽപ്പിക്കരുത്, കാരണം അവൻ ബാലനെതിരായിട്ട് ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് നീ എല്ലാതും ഏറ്റെടുത്ത് നടത്തണം എന്ന് പറയുന്നത് നമ്മുടെ സുകന്യ സമ്മതിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.